ജോണേട്ടാ, ചേലക്കര CPM-ൻ്റെ ചേലക്കര എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം CPM-ന് ചേലക്കര ഇല്ലെങ്കിൽ, ചേലക്കര പിടിച്ചില്ലെങ്കിൽ, സത്യം പറഞ്ഞാൽ പാലക്കാടും വയനാടും ഒരു കണക്കിൽ കൂട്ടിയിട്ടില്ല. പാലക്കാട് കിട്ടിയ ബോണസ്, കുറച്ച് വോട്ടെങ്കിലും കൂടിയ ബോണസ് അത്രേ ഉള്ളൂ. പക്ഷേ ചേലക്കര അവർക്ക് നിലനിർത്തിയില്ലെങ്കിൽ, ഒന്നാമത് സംവരണ മണ്ഡലം കൂടെയാണ്. CPM-ൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടുകൾ കാലിൻ്റെ ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയി നമുക്ക് പറയാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രദീപ് അവിടെ ചേലക്കര നിലനിർത്തും എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിച്ചത് രമ്യ ഹരിദാസ് ചേലക്കരയിൽ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു രമ്യയ്ക്ക്. കാരണം അവിടെ കെ രാധാകൃഷ്ണൻ അവിടെ നിന്ന് പറഞ്ഞയച്ചതിൽ അവിടുത്തെ ജനങ്ങൾക്കൊരു അതിർത്തി ഉണ്ടായിരുന്നു എന്ന് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ചേലക്കരയിൽ എന്താണ് സംഭവിക്കുന്നത്? ചേലക്കര നമുക്കറിയാവുന്ന പോലെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. അപ്പോൾ അവിടെ രമ്യ ഹരിദാസ് വിജയിക്കുമെന്നുള്ള ഒരു നരേഷൻ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ അത് വോട്ടർമാർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം ഈ പ്രദീപിന് നല്ല ഭൂരിപക്ഷമുണ്ട്. ഇനി അത് താഴോട്ട് പോകാനും സാധ്യതയില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ 8000-ൽ പുറത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രദീപ് നേടിക്കഴിഞ്ഞു. ഇനി അത് ഉയർന്നു പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ക്രമാനുഗതമായി തുടക്കം മുതൽ പ്രദീപ് ലീഡ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരു ഘട്ടത്തിൽ പോലും രമ്യ ഹരിദാസ് മുന്നിലെത്തിയിട്ടില്ല. MP എന്നുള്ള നിലയിൽ രമ്യ ഹരിദാസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ ഒരു അത്ര മതിപ്പുണ്ടായിരുന്നില്ല. പാട്ടൊക്കെ പാടുമെങ്കിലും രമ്യ ഹരിദാസിൻ്റെ പാട്ട് ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ MP എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം ആളുകൾക്ക് വലിയ മതിപ്പില്ലായിരുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ വോട്ടിങ്ങിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ടാകാം. രണ്ടാമത് CPM-നെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മണ്ഡലത്തിലെ വിജയം എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പണി അവരെടുത്തു. അത് ഈ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം മുഴുവൻ അവരുടെ പ്രവർത്തകരെയും ആളുകളെയും കൊണ്ട് വോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. ജനങ്ങളിലേക്ക് അവരിറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ആ മണ്ഡലത്തിലെ പരാജയം ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ള വ്യാഖ്യാനം വന്നു കഴിഞ്ഞാൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും അസംബ്ലി ഇലക്ഷനെയും ബാധിക്കുമെന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ പാർട്ടിയാണ് CPM. അതാണ് നമുക്കിപ്പോൾ ഈ റിസൾട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ മറ്റൊന്ന്, കോൺഗ്രസ് എപ്പോഴും കോൺഗ്രസ് ഇങ്ങനെ പറയുമല്ലോ, ഞങ്ങൾ അവിടെ ജയിക്കും എന്ന് പല മണ്ഡലങ്ങളിലും പറയും. പക്ഷേ എങ്ങനെ ജയിക്കും എന്നുള്ളത് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല. എന്തുകൊണ്ട് ജയിക്കും? അതിനൊരു കൃത്യമായ കണക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ഥിതി വിവര കണക്കോ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ജയിക്കുന്നതെന്നോ പറയാൻ പലപ്പോഴും കോൺഗ്രസിന് സാധിക്കാറില്ല. ജയിക്കുമെന്നങ്ങ് പറയുകയാണ്. അപ്പോൾ ആ നറേഷൻ ജനം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ചേലക്കരയിൽ കാണുന്നത്. ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. നമ്മളെല്ലാം പറഞ്ഞ പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. CPM-നെ സംബന്ധിച്ച് പാലക്കാട് 3-ാം സ്ഥാനത്ത് പോയാലും അവരെ സംബന്ധിച്ചത് ചിത്രത്തിൽ പോലും ഇല്ല. അല്ല, അവർക്ക് അതൊരു വിഷയമല്ല. കാരണം സരിൻ അവരൊരു സ്ഥാനാർത്ഥിയല്ലല്ലോ. സരിൻ എവിടുന്ന് ഓടിക്കയറി വന്ന് നോമിനേഷൻ കൊടുത്ത് സരിൻ സ്ഥാനാർത്ഥിയായി. ഇപ്പോഴത്തെ പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നു, അതും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് രണ്ടും UDF-ൻ്റെ മണ്ഡലങ്ങളാണ്. പാലക്കാടാണെങ്കിൽ UDF-ഉം BJP-യും തമ്മിലാണ് കടുത്ത മത്സരം. പക്ഷേ ചേലക്കര കൈവിട്ട് പോയാൽ കാര്യങ്ങൾ, നേരത്തെ ധനുഷ് പറഞ്ഞ പോലെ രാധാകൃഷ്ണൻ അവിടെ MLA ആയി ജയിച്ച് മന്ത്രിയായ ആളാണ്. അദ്ദേഹത്തെയാണ് പിന്നെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് ആ സീറ്റ് തോറ്റുപോയെങ്കിൽ നഷ്ടപ്പെടുത്തിയതിന് ഉത്തരവാദി ആര് എന്നുള്ളതിന് മറുപടി പറയേണ്ടി വരും. കാരണം സമ്മേളനം നടക്കുന്ന സമയമാണ്. അതും CPM-ന് വലിയ ആശ്വാസമാണ്. അവരുടെ സമ്മേളനങ്ങൾ നടക്കുന്ന ഈ സമയത്ത് ഈ വിജയം അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അല്ലെങ്കിൽ അത് രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായേനെ, അതിനെല്ലാം മറുപടി പറയാൻ. മൂന്നാമത്തെ ടേം ഇപ്പോൾ പിണറായി സർക്കാർ വരുമോ? ചേലക്കര പിടിക്കുമ്പോൾ പല ആൾക്കാരും അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. ചേലക്കര പിടിക്കുമ്പോൾ LDF വരുമോ എന്നുള്ളത് ഇപ്പം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷേ അവർക്കൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള ഒരു ആംഗിളിൽ പാർട്ടി അതിനെ അങ്ങനെ തന്നെ എടുക്കും. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത്. കാരണം നവീൻ ബാബുവിൻ്റെ മരണം അവിടെ ഏറ്റവും കൂടുതൽ ചേലക്കരയിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. PP ദിവ്യ അവിടെ ഒരു ചർച്ചാ വിഷയം. പക്ഷേ അതെല്ലാം കണ്ണൂരിലെ വിഷയങ്ങളാണ്. ഇവിടെ ഞങ്ങൾക്കതൊന്നും വിഷയമല്ല. പിന്നെ മറ്റൊരു കാര്യം, UR പ്രദീപ് നേരത്തെ തന്നെ അവിടുത്തെ MLA ആയിരുന്നു, ജനപ്രതിനിധിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മോശപ്പെട്ട ഒരു MLA ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള MLA തന്നെയാണ്. അപ്പോൾ അതും അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ 5 വർഷം മികവ് പുലർത്തിയ ഒരാൾ മതിയോ, അതോ കഴിഞ്ഞ ലോക്സഭ MP ആയി ഇരുന്ന് പരാജയപ്പെട്ടു പോയ അത്രയധികം മികവൊന്നും MP എന്നുള്ള നിലയിൽ പുലർത്താതിരുന്ന ഒരാൾ വേണോ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ആ ചോയ്സ് വോട്ടർമാർക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടായി. ആ ചോയ്സിന് അവർ ഉത്തരം കൊടുത്ത് UR പ്രദീപ് മതി എന്ന് തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റം UR പ്രദീപ് അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിത്തട്ടിൽ അത്രയും ശക്തമായ പ്രവർത്തനം, സാധാരണഗതിയിൽ വലിയ ഓളമൊക്കെ CPM തിരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ആ ഓളത്തിനനുസരിച്ചുള്ള വോട്ട് പലപ്പോഴും കിട്ടാതെ പോകും. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ നേരെ തിരിച്ച് ഈ പ്രചരണമൊന്നും ഏശാത്ത തരത്തിൽ അവരടിത്തട്ടിൽ അവരുടെ പണിയെടുത്തു. പക്ഷേ കോൺഗ്രസ് രമ്യ ഹരിദാസ് ജയിക്കും എന്നുള്ള ചിന്തയിൽ ഒരുപക്ഷെ സാധാരണഗതിയിൽ തന്നെ കോൺഗ്രസ് അത്രയധികം പണിയൊന്നും ഇലക്ഷൻ സമയത്ത് എടുക്കാറില്ല. ആ പണി എടുക്കാൻ അവർ
തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് രമ്യ ഹരിദാസ് വിജയിക്കും. പിന്നെ രമ്യ ഹരിദാസിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിത്തീരും, അവരൊരു വനിതാ നേതാക്കൾക്കിടയിൽ ഇങ്ങനെ ഉദിച്ചുയർന്നു വന്ന ഒരു താരമാണ്. അപ്പോൾ ഈ പരാജയം അവരുടെ രാഷ്ട്രീയ ഭാവിക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് ചിലപ്പോൾ മാറിയേക്കാം. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വനിതാ നേതാക്കൾ അത്രയധികം, ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണ ഇങ്ങനെയൊക്കെ പറയുന്ന പേരുകൾ, പിന്നെ ജബി മേത്തർ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പേര് ഈ രമ്യ ഹരിദാസിൻ്റെയാണ്. അതുകൊണ്ട് രമ്യ ഹരിദാസിന് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിയായേക്കാം. സാധാരണഗതിയിൽ ഇത്തരം പരാജയങ്ങളൊക്കെ അടുപ്പിച്ച് 2 പരാജയമൊക്കെ വരുമ്പോൾ കോൺഗ്രസിൽ പിന്നെ വനിതകളെ സംബന്ധിച്ച് വലിയ പ്രയാസം തീരുമാനമാകും. പിന്നെ അതിനെയൊക്കെ അതിജീവിച്ച ബിന്ദു കൃഷ്ണ നിന്ന് ഇലക്ഷനിലെല്ലാം തോറ്റുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ബിന്ദു കൃഷ്ണ സജീവ നേതാവായി നിൽക്കുന്നുണ്ട്. അവരെ DCC പ്രസിഡന്റാക്കി പിന്നീട് കൊല്ലത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യം എടുത്താൽ ഒരു തവണ മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി എല്ലാ തവണയും അവർ പരാജിതയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ചേലക്കരയിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ. ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതനുസരിച്ച് ലീഡ് വർദ്ധിക്കാൻ തന്നെയാണ്, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ലീഡ് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. പ്രദീപ് അവിടെ 2016 നിന്നല്ലേ? 2016 നിന്നപ്പോഴും അവിടെ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് അതിലും കൂടുതൽ വോട്ടുകൾ ഇത്തവണ നേടുമോ എന്നുള്ളതാണ്. പക്ഷേ രാധാകൃഷ്ണൻ അവിടെ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതെ, പക്ഷേ രാധാകൃഷ്ണനെ പോലെ അല്ല പ്രദീപ്. രാധാകൃഷ്ണൻ അവരെ സംബന്ധിച്ച് വേറൊരു തരത്തിലുള്ള നേതാവാണ്. അവർക്ക് എപ്പോഴും സ്വീകാര്യനായ ഒരു നേതാവാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് പറയുന്നത് തന്നെ ചേലക്കരയാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തെല്ലാം ചേലക്കരയിലാണ് അദ്ദേഹം മത്സരിച്ചിട്ടുള്ളതും വിജയിച്ചിട്ടുള്ളതും. അപ്പോൾ പ്രദീപ് ഈ 10,000 എന്നുള്ളത് ഭൂരിപക്ഷം ഉയർത്തുകയാണെങ്കിൽ അത് പ്രദീപിനെ സംബന്ധിച്ച് വ്യക്തിപരമായ പ്രദീപിന് ഒരു നേട്ടമാണ്. പിന്നെ ഈ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷത്തിനടുത്തെത്തും എന്ന് തോന്നുന്നില്ല. രാധാകൃഷ്ണൻ വേറൊരു രീതിയിലുള്ള നേതാവായതുകൊണ്ട് അത്രയും അതെ 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 അദ്ദേഹം പ്രദീപും കരുത്തനാണ്. പ്രദീപും അവിടെ വളരെ സ്വീകാര്യനാണെന്നാണ് ഞാൻ സ്വീകാര്യനാണ്. നല്ല സ്ഥാനാർത്ഥിയാണ്. അവർക്ക് CPM നിർത്താൻ പറ്റിയതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് പ്രദീപ്. പക്ഷേ പ്രദീപിന്റെ ഈ ധനുഷ് പറഞ്ഞ പോലെ പ്രദീപിന്റെ കരുത്ത് തിരിച്ചറിയുന്നതിൽ കോൺഗ്രസ് 8,677 വോട്ടിന്റെ ഭൂരിപക്ഷം നമ്മൾ സംസാരിക്കുമ്പോൾ പ്രദീപിനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഒരു 10,000 കടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് പറയും കേട്ടോ, ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഞാൻ പറയും. 10,000 കടന്നു പോകും. 10,000 കാരണം കഴിഞ്ഞ തവണ പ്രദീപ് നിന്നപ്പോൾ വെറും 10,000 വോട്ടാണ് ഭൂരിപക്ഷം. ഇത് 10,000 കടന്നൊരു 11,000 12,000 പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിന് വലിയ ആശ്വാസമാണ്. അതെ 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 എനിക്ക് തോന്നുന്നൊരു 15,000 വോട്ടിനെങ്കിലും ജയിക്കാനാണ് സാധ്യത. 15,000 എങ്കിലും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട്. അല്ല, ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് കാരണം നിരന്തരം പ്രശ്നങ്ങളിലായിരുന്നു സർക്കാർ. ഇപ്പം പിണറായിക്കായാലും പാർട്ടിക്കായാലും എല്ലാം നിരന്തരം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിമർശനങ്ങളെയൊക്കെ നേരിടാൻ ഉള്ള ഒരു പിടിവള്ളിയാണ് ചേലക്കരയിലെ വിജയം. ചേലക്കരയിൽ പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ പിണറായിക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉണ്ടാകുമായിരുന്നു. പാർട്ടിക്ക് മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ വിമർശനം. രാധാകൃഷ്ണന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ചെങ്കോട്ടയാണ് ഈ ചേലക്കര എന്ന് FB പോസ്റ്റിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. അതെ, അത് രാധ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ചേലക്കരയിൽ പ്രദീപ് ജയിക്കുകയാണെങ്കിൽ അത് രാധാകൃഷ്ണന് കിട്ടുന്ന ആ ഒരു ബഹുമാനത്തിന്റെ ഒരു വിജയമാണ്, അത് മാത്രമാണെന്നാണ് പറയുന്നത്. അല്ലാതെ സർക്കാരിന് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. കാരണം വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് വാദിക്കാം. ഇത് ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ തൃശ്ശൂരിൽ അത് സുരേഷ് ഗോപിയുടെ വിജയമാണ്, BJPയുടെ വിജയമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. അതുപോലെ വേണമെങ്കിൽ വാദിക്കാം അല്ലേ? അതെ. അപ്പോൾ അല്ല, രാധാകൃഷ്ണൻ അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ കിട്ടുന്ന വോട്ടായിട്ട് നമ്മൾ ഇത് വ്യാഖ്യാനിക്കപ്പെടും.